ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകേച്ചി 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് വൈകിട്ട് ഇന്ത്യയിലേക്ക് എത്തും. ഇന്നു മുതൽ 3 വരെ നീളുന്ന സന്ദർശനത്തിൽ 16ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ അവർ പങ്കെടുക്കും. പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള അവരുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. നിക്ഷേപം, അതോടൊപ്പം തന്നെ നവീകരണ അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സന്ദർശനം വഴിയൊരുക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. അർദ്ധചാലകങ്ങൾ, അതോടൊപ്പം തന്നെ നിർണായക ധാതുക്കൾ തുടങ്ങിയ മേഖലകളിൽ പ്രതിരോധശേഷിയുള്ള വിതരണ ശൃംഖലകൾ കെട്ടിപ്പടുക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് ഇത് ഊർജ്ജം പകരും. സമുദ്ര സുരക്ഷ, പ്രതിരോധ സാങ്കേതിക സഹകരണം എന്നിവ വർദ്ധിപ്പിക്കുന്നതിലും ബംഗാൾ ഉൾക്കടലിനെയും വടക്ക് കിഴക്കൻ ഇന്ത്യയും ബന്ധിപ്പിക്കുന്ന ഇൻഡസ്ട്രിയൽ വാല്യൂ ചെയിൻ വികസിപ്പിക്കുന്നതിലും ഇരു രാജ്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് നയതന്ത്ര വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. 16ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിലെ പങ്കാളിത്തം ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളും അവലോകനം ചെയ്യാനും ശക്തിപ്പെടുത്താനും ഇരുപക്ഷത്തിനും അവസരമൊരുക്കും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കും. 2025 ഓഗസ്റ്റിൽ 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടോക്കിയോ സന്ദർശനം നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ സന്ദർശനം. ഇന്ത്യ ജപ്പാൻ തന്ത്രപ്രധാനമായ ആഗോള പങ്കാളിത്തം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള രണ്ട് രാജ്യങ്ങളുടെയും ഒരു നീക്കങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് നേരത്തെ തന്നെ ഇന്ത്യയും ജപ്പാനും പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ത്യയിൽ സന്ദർശിക്കുമ്പോൾ വലിയ തരത്തിലുള്ള ഒരു സാമ്പത്തികമായ കരാറിൽ ഒപ്പുവെക്കും എന്ന ഒരു സാധ്യത ഉണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. സുരക്ഷ, അതോടൊപ്പം തന്നെ സമ്പദ് വ്യവസ്ഥ, നിക്ഷേപം, നവീകരണം, ജനങ്ങൾ തമ്മിലുള്ള വിനിമയം എന്നിവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് അടുത്ത ഒരു ദശാബ്ദത്തേക്കുള്ള ദിശാബോധം നൽകാൻ കഴിഞ്ഞ വർഷത്തെ മോദിയുടെ സന്ദർശനത്തിന് കഴിഞ്ഞിരുന്നു. സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ത്യ ജപ്പാൻ ബിസിനസ് ഫോറം യോഗത്തിലും സനെ തകേച്ചി പങ്കെടുക്കും. നിർമ്മിത ബുദ്ധി സഹകരണം സംബന്ധിച്ച സുപ്രധാനമായ പ്രഖ്യാപനം ഉണ്ടായിരിക്കുമെന്നാണ് വിവരങ്ങൾ. ഒഡീസയിലെ വലിയ തോതിലുള്ള ഗ്രീൻ അമോണിയ പ്രോജക്ട്, ബയോഗ്യാസ് സഹകരണം ശക്തിപ്പെടുത്തൽ, പവർ ഏഷ്യ വഴി പ്രാദേശിക പ്രതിരോധം പ്രോത്സാഹിപ്പിക്കൽ തുടങ്ങിയ നിർദ്ദേശങ്ങളും പരിഗണനയിലുണ്ട്. നിക്ഷേപത്തിലൂടെയും നവീകരണത്തിലൂടെയും സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കാനാണ് സന്ദർശനം ലക്ഷ്യമിടുന്നതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. വാർഷിക ഉച്ചകോടിയിലെ സംയുക്ത പ്രസ്താവന ഊർജ്ജ പ്രതിരോധം, നിർമ്മിത ബുദ്ധി, അതോടൊപ്പം തന്നെ ഫാർമസ്യൂട്ടിക്കൽ, ബാറ്ററികൾ, നിർണായക ധാതുക്കൾ തുടങ്ങിയ മേഖലകൾ ഉൾക്കൊള്ളുന്ന ധാരണാപത്രങ്ങൾ എന്നിവയ്ക്കാണ് സന്ദർശനത്തിൽ പ്രതീക്ഷിക്കുന്ന പ്രധാനമായിട്ടുള്ള രേഖകൾ. 2014ലാണ് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ബന്ധം പ്രത്യേക തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തമായി ഉയർത്തിയത്. ഏഷ്യയിലെ 2 പ്രധാന സാമ്പത്തിക ശക്തികൾ എന്ന നിലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ആഗോള തലത്തിൽ തന്നെ വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ്. പ്രധാനമന്ത്രി തകേച്ചി മുന്നോട്ട് വെച്ച പരിഷ്കാര സ്വാതന്ത്ര്യം, അതോടൊപ്പം തന്നെ ഇന്തോ പസഫിക് നയം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇന്ത്യ ഒഴിച്ചുകൂടാനാകാത്ത ഒരു പങ്കാളിയാണെന്ന് ജപ്പാൻ വിലയിരുത്തുന്നുണ്ട്. നിയമവാഴ്ചയിൽ അധിഷ്ഠിതമായ അന്താരാഷ്ട്ര ക്രമം പ്രോത്സാഹിപ്പിക്കാനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്.